ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കണതല്ലേ, അപ്പോൾ സ്കൂൾ തുറക്കണ ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വൈകുന്നേരത്തേക്ക് നിൽക്കണില്ല, ഇപ്പോൾ തന്നെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതേ മക്കൾക്ക് ഇന്ന് ആദ്യമായിട്ട് എന്താണ് സ്കൂളുകാർ കളർ ഡ്രസ്സ് ഇട്ട് വരാൻ സമ്മതിച്ചുകൊണ്ട്, അപ്പോൾ അത് എന്താ പറയുക നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന മക്കളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അവർക്ക് റെഡിയായി നിന്ന് ബാഗൊക്കെ ഇട്ട് ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ്, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് പോകാൻ ഭയങ്കര സന്തോഷമാവും, കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ. ബാഗൊക്കെ എടുത്ത് ചേട്ടനും ഞാനും കൂടി കൊണ്ടാക്കണേ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 3 കിലോമീറ്റർ അടുത്താണ് കേട്ടോ സ്കൂള്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വണ്ടിയിൽ കൊണ്ടാക്കും, ഉച്ചയ്ക്ക് തിരിച്ച് ഡ്രൈവർ സ്കൂൾ ബസ് ഉണ്ട്, അപ്പോൾ സ്കൂൾ ബസ്സിലാണ് തിരിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമില്ല. മക്കൾ പഠിക്കുന്നത് സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി സെൻട്രൽ സ്കൂൾ കാളത്തോടിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അടുത്തെത്താറായി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആയതിനെ പിന്നെ കുഴപ്പമില്ല, ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളായിട്ടാണ്. ബസ്സിൽ പോവുകയാണെങ്കിൽ അതെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളെത്തി. അപ്പോൾ സ്കൂളിലേക്ക് എത്തി, സ്കൂളിൻ്റെ കവാടം കടന്നു. അപ്പോൾ സ്കൂളിൽ നല്ല തിരക്കുണ്ട് ഇന്ന്. എല്ലാവരും പ്രവേശനോത്സവമായിരുന്നു, എല്ലാവരും എന്താ പറയുക പാരൻസ് എല്ലാവരും കൊണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ വണ്ടികളുടെ ഒരു തിക്കും തിരക്കും ബഹളവും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ സ്കൂളിൻ്റെ അവിടേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഇപ്രാവശ്യം പുതിയതായിട്ട് കാണുന്നതായിട്ട് കുറേ ബോർഡുകൾ, സ്വാമി വിവേകാനന്ദൻ അരിസ്റ്റോട്ടിൽ അങ്ങനെ കുറേ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ച് ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ അവരുടെ ക്രിസ്ത്യൻസിൻ്റെ പോപ്പ്, അതേപോലെ സ്വാമി വിവേകാനന്ദൻ, മാർപ്പാപ്പ അവരെയൊക്കെ കാണാണ്ട്. അതായത് ഇപ്പം മോളെ രണ്ടാളൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം അവൾ ഹൈസ്കൂൾ സെക്ഷനിലേക്കും മറ്റാൾ LP സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടീച്ചേഴ്സോടെ ഗ്രീറ്റിങ്സ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂവും 2 പെൻസിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മൂത്ത ആളെ ഈ ബ്ലോക്കിലാക്കിയിട്ട് വേണം അടുത്ത ആൾക്ക് അങ്ങോട്ട് പോവാൻ. അപ്പോൾ അത് അവളെ ആ ക്ലാസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാണ് കേട്ടോ. ഇപ്പോൾ അതേ ഫാദറും നിൽക്കുന്നുണ്ട്, ടീച്ചേഴ്സ് എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും സന്തോഷത്തോടെ കൂടി ഗ്രീറ്റിങ്സ് ചെയ്ത് വിഷ് ചെയ്തിട്ട് അവരെ കയറ്റി വിടാൻ എല്ലാ ടീച്ചേഴ്സും സബ്ജറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോളെ ക്ലാസ്സിലാക്കിയതിന് ശേഷം ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അവരുടെ ഫ്രണ്ട്സ് 3 കൂടി ഒരുമിച്ച് ഒരേ കളർ ഡ്രസ്സ് ഇട്ട് ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഞങ്ങൾ UP സെക്ഷൻ അല്ലെങ്കിൽ LP സെക്ഷനിലേക്ക് വന്നു. LP സെക്ഷനിൽ ആളെ കൊണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ആൾക്കും ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിട്ടോ ഒരു പെൻസിലും ഒരു തൊപ്പിക്കാരനെ പോലത്തെ ഒരു ആളെയും കൊടുത്തിട്ടുണ്ട്, വെൽക്കം എന്ന് പറഞ്ഞിട്ട് എഴുതിയുണ്ട്. അതേപോലെ ക്ലാസ്സിലെത്തി, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു ക്ലാസ്. അപ്പോൾ അവളെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അവളെ പഴയ ക്ലാസ് ടീച്ചർ തന്നെയാണ് കേട്ടോ, ജിജി മിസ് തന്നെയായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ പുറത്ത് വെൽക്കം ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല രസമുണ്ട് കാണാൻ. അമ്മ ചേട്ടൻ ഡ്രൈവറിനെ കണ്ട് സംസാരിച്ചു, കുട്ടികൾ ഉച്ചയ്ക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതേ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളൊക്കെ അവിടെ ഇറക്കി ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് സ്കൂൾ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. കുട്ടികളൊക്കെ എല്ലാവരും കളർ ഡ്രസ്സിലൊക്കെ ആയ കാരണം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.